ഞാനിങ്ങനെ ഇരുന്നിട്ട് അതെ എടാ അവൻ പഠിച്ചിട്ടുണ്ട്. നീ ഒന്ന് കേക്ക്. ഞങ്ങളെല്ലാരും താഴെ വീട്ടിൽ താഴെ പൂക്കോട് നമ്മുടെ വീടിന്റെ താഴെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മാഷ് വരും. അപ്പൊ മാഷ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് മാത്രമാണ് ക്ലാസ്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മ വന്നിട്ട് അവന്റെ സ്വന്തം ചേട്ടനാണ് അവന്റെ ചിറകുകൾ വെട്ടിമാറ്റിയത്. എന്നിട്ട് ഇവര് വല്ല സച്ചിൻ ടെണ്ടുൽക്കർ ആയോ? അതുമില്ല. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റോൾ ധ്യാനിന് വേണ്ടി പല റോളിലും എനിക്ക് ധ്യാനം കാണാൻ പറ്റുന്നു. എനിക്ക് ധ്യാനേ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ റോളും ധ്യാനിനെ പറ്റുള്ളൂ. അതവൻ കുറച്ചും കൂടെ നന്നായി ചെയ്തേ. എനിക്ക് ഒരാള് ചെയ്താലാണ് അത് ക്യാരക്ടർ അങ്ങനെ നിൽക്കുക എന്നുള്ളത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ എനിക്ക് തന്നെ ഒരു വിശ്വാസമില്ല. അതിൽ കൂടെ ഒന്ന് പടം തൂക്കി അല്ലേ? ധ്യാന് പക്ഷെ ആക്ച്വലി മലർവാടിയിൽ നമ്മുടെ ഒരു ട്രാക്ക് ട്രൈ ചെയ്തിട്ടില്ലേ? അപ്പൊ തന്നെ മാറ്റി. എന്നെ കൊടുമ സാർ ഇത്. അതല്ല അതിന്റെ ഇടയിൽ ഒരു ഈഗോ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്തിനാ അവനെ വിളിച്ചു പറയാ? എല്ലാവരും ചിറക് അങ്ങോട്ട് വെട്ടുക. എല്ലാവർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പേടി. ഇവൻ എന്നോട് പറഞ്ഞു അവിടെ ധ്യാൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ധ്യാൻ പാടിയിട്ട് ഞാൻ ഇവൻ അയച്ചു കൊടുത്തു. കോമഡി ഇല്ലാന്നാണോ നിങ്ങൾ പറഞ്ഞത്? എന്റെ കഥയിൽ അങ്ങനെ കോമഡി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ജീവിതത്തിലെ പ്രൊഡ്യൂസർ ആയിരിക്കും നായകൻ. പിന്നെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ഒരു സഡൻ ബ്രേക്ക്. അപ്പുറത്ത് ടോവിയല്ലേ, തിരിച്ചു കൊടുത്താൽ ചിരിക്കും. പക്ഷെ ഇതിൽ ഞാനുണ്ട്, ടോവിയുണ്ട്, കൂട്ടുകാരൊന്നും ഇല്ല. ഞാനുണ്ട്. കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഫേവറേറ്റ് അല്ല. കൈ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോയല്ലേ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. അതിരടി. ആരാണ് അടിക്കുന്നത്, ആരാണ് ഇരിക്കുന്നത്? എല്ലാരും അടിക്കുന്നുണ്ട്. അതെയോ? അടിക്കുന്നുണ്ട്, അടി കൊള്ളുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഷാനിക്കാന്നായിരിക്കും ഒതുക്കിയിട്ടിട്ട് തരുന്നുണ്ടെന്ന് തോന്നണം. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി, പക്ഷെ നടന്നില്ല. ലൊക്കേഷനിലുണ്ടായത് സിനിമയ്ക്കാണ് അത് ലൊക്കേഷനിലാണോ സിനിമയിലാണോ ഉണ്ടായത്? അല്ലല്ല, ഷാൻ മാത്രം അങ്ങനെ ഡയറക്റ്റ് അടി മേടിച്ചിട്ടില്ല. വളരെ വിദഗ്ധമായി അതൊന്ന് രക്ഷപ്പെട്ടു പോയല്ലേ? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓട്ടം ഭയങ്കര അടി എവിടെ ഉണ്ടോ അവിടെ ഓടിയിരിക്കും ഷാൻ. അല്ല, ഇവരുടെ കൂടെ എങ്ങനെ പിടിച്ചേക്കണത്? ഇവരുടെ കൂടെ അവരെങ്ങനെയാണ് എന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിടയ്ക്ക് ചിന്തിക്കാറുള്ളത്. അതെ അല്ലേ? പിന്നെ ഞാൻ കുറച്ച് ഒന്ന് കുറയ്ക്കും ഇവരുടെ ഒരു ഗ്രാഫിനനുസരിച്ച് ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടി അല്ലേ? അല്ല, അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എത്ര വേണമെങ്കിലും കുറയും. ലിമിറ്റ് ഒന്നുമില്ല. ചില സമയം നമ്മൾ ഇങ്ങനെ നോക്കണ്ടേ. ഈ അതിരടിയിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇതിന്റെ ഡയറക്ടർ അരുൺ അനിരുദ്ധ റൈറ്റർ ആയിരുന്നു. ഇത് മിന്നൽ റൈറ്റർ. ഒരു ഡയറക്ടർ ഇതിൽ നായകനാകുന്നു, ഒരു നായകൻ ഇതിൽ വില്ലനാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബേസിൽ നായകനാകുന്നു, ടോവിന് വില്ലനാകുന്നു എന്ന് പറയുന്നു. മിന്നൽ റൈറ്റർ ഡയറക്ടറാകുന്നു. ഭയങ്കര കോംബോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറാമാനാണെങ്കിൽ ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ ആവുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്ത് എടുത്തതാ? ടോവിനൊക്കെ വീഴ്ത്തിയെടുത്ത് ആ ബേസിലിൻ്റെ ഒരു കഴിവ് മൊത്തത്തിൽ. എന്റെ കഴിവൊന്നുമല്ല അത്. മൊത്തത്തിൽ നമ്മൾ അന്ന് മുതലേ പരിചയമുള്ള ആൾക്കാരാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത സിനിമ ഒക്കെ ഉണ്ടാകുമ്പോൾ അതങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ്. അരുണപ്പം ഇങ്ങനെ ഒരു ഐഡിയ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ. അരുൺ പോൾസൺ വേറെ റൈറ്റർ, കോ റൈറ്റർ പോൾസൺ ആണ്. കാതലൊക്കെ എഴുതി, കാതൽ നെയ്മറൊക്കെ എഴുതി പോൾസൺ. അപ്പൊ അവരുടെ ഒരു ഐഡിയ ആണ് ബേസിക്കലി. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്ന് നമുക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ക്യാമ്പസ് സ്റ്റോറി നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ക്യാമ്പസ് സ്റ്റോറി അല്ല. ക്യാമ്പസിൻ്റെതായിട്ടുള്ള എല്ലാ ഫ്ലേവറും ഉണ്ട്. എന്നാൽ ഇതിൽ വേറൊരു ഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറി, ഒരു കോളേജ് ഫെസ്റ്റിന്റെ ഇടയിൽ നടക്കുന്ന കുറെ ഒരു അടിയും പ്രശ്നങ്ങളും കുറച്ച് കോൺഫ്ലിക്റ്റുകളായിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമ. അപ്പൊ അതിൽ
ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര എൻഗേജിങ്, നല്ല ഹ്യൂമർ ഉണ്ട്, ഈ പറയുന്ന പോലെ ഈ പറയുന്ന എല്ലാ ഇമോഷൻസും ഉണ്ട് ആ സിനിമയിൽ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ അപ്പോൾ അതങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് പറഞ്ഞു വന്ന്. അപ്പോൾ ആണ് ഇതിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്, വേറൊരാളായിരുന്നു നമ്മൾ ആദ്യം കാസ്റ്റിംഗ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞു വന്നപ്പോൾ എന്നാൽ പിന്നെ ടൊവി ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അവൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു റോൾ ചെയ്ത എങ്ങനെ ഉണ്ടാവും, ശ്രീകുട്ടൻ വെള്ളയാനി എന്നും പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു ഗായകൻ എന്നൊക്കെ പറയണ പോലത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കും. അങ്ങനെ അവനിലേക്ക് അത് പ്ലേസ് ചെയ്തപ്പോൾ ആ ക്യാരക്ടർ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് കുറച്ചുകൂടെ അതിനൊന്ന് പൊലിപ്പിച്ച് ഒന്ന് വർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അത് ഒരു രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറി. അങ്ങനെയാണ് ടോവി വന്നത്. അരുണും അങ്ങനെ ഡീഫോൾട്ടായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ മിന്നൽ മുരളി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ അഭിനയം തുടർന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ നടനായല്ലോ. അപ്പോൾ പിന്നെ അരുൺ ആദ്യം സമീപിക്കുക സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്തായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാനതിൽ അഭിനയിച്ചു. സമീർക്ക ഇതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ട് വന്നു. അങ്ങനെ ഡിസൈൻ ചെയ്തുണ്ടായതൊന്നുമല്ല, അതങ്ങനെ ഇവോൾവ് ആയി വന്നതാണ്. നമ്മൾ ഒരു ആൾക്കാരെല്ലാവരും കൂടെ എപ്പോഴും അങ്ങനെ ഒരു സിനിമകൾ ഉണ്ടാവുമല്ലോ, ഇനിയും ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുന്ന ആ സിനിമകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതെ, കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം നേരിട്ട് അറിയുന്നവരെല്ലാവരും, നമുക്ക് അവിടെ ഈഗോ വർക്കാവുന്നില്ല, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റും. ഒരു സുഹൃത്ത് വലയത്തിൽ ഇറങ്ങുന്ന സിനിമയ്ക്ക് വിജയവും കാണാറുണ്ട്. വിജയം കണ്ടുപോയ കാലഘട്ടത്താണ് നമ്മൾ കാണുന്നത്. ഈ ഷാൻ റഹ്മാനെ എങ്ങനെ കൊണ്ട് അവിടെ കയറ്റിയിരുത്തി? അല്ല, വിജയം കാണാറുണ്ട്. അപ്പൊ അവിടെ ഈ കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. അവിടെ കൊണ്ട് ആ ഒരു കൂട്ടുകെട്ടിലേക്ക് വന്ന് വിനീതമായിട്ടുള്ള കൂട്ടുകെട്ടിൽ വളരെ കാലങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. ഒരു മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നടനായിട്ട് അവിടെ കൊണ്ട് ഇരുത്തിയത് എങ്ങനെയാണ്? ഇതിലൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറിന് ഷാനിക്ക തന്നെ വേണം എന്നുള്ളൊരു സിനാരിയോ ഉണ്ടായിരുന്നു. ഷാനിക്കയെ ഇപ്പോൾ ഒരാൾ ചെയ്താലാണ് അത് ആ ക്യാരക്ടർ അങ്ങനെ നിൽക്കുക എന്നുള്ളൊരു ഹെവി വേർഡ്സ്. അങ്ങനെയാണ് ഷാനിക്കയിലേക്ക് എത്തിയത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ഷാനിക്ക അത് ഡെലിവറി ചെയ്യുകയും ചെയ്തു. നമ്മൾ അങ്ങനെ ആയിപ്പോയി. ശരിക്കും നിങ്ങൾ തന്നെയാണോ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നു, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു ചോദിക്കുന്ന പോലത്തെ ഒരു ലെവൽ ഓഫ് വെറുതെ കളിയാക്കുന്നതല്ല, ആക്ച്വലി പറയുന്ന കേൾക്കുമ്പോ കളിയാക്കുന്നതായിട്ട് തോന്നുന്നു. ടോൺ അങ്ങനെ ആയതുകൊണ്ടാണ്, നാച്ചുറലായിട്ട്. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് ഷാനിക്ക, ഭയങ്കര രസമായിട്ടുണ്ട്. ജെന്യുവനായിട്ട് പറയാം, ശരിക്കും ഷാനിക്ക അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ എനിക്ക് തന്നെ ഒരു വിശ്വാസമില്ല. പറഞ്ഞ ഒരു എക്സ്പ്രഷൻ കാണായിരുന്നു. ഇവിടെ നോക്കി അവനുണ്ട്, അവൻ്റെതായിട്ടുള്ള സങ്കടങ്ങൾ. പണം തൂക്കിയതിന്റെ ഒരു സങ്കടം ഉണ്ടാവും. അത് ഉറപ്പായിട്ടുണ്ടാവും. സൈഡിൽ കൂടെ ഒന്ന് പടം തൂക്കി അല്ലേ? നമ്മളൊക്കെ ചുമ്മാ വെറുതെ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുക അവർ സംസാരിക്കുമ്പോ, എങ്കിലേ കാര്യങ്ങൾ എക്സ്പ്രഷൻ പലതും മിസ്സാവുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയിരിക്കൊണ്ട് ചില കാര്യങ്ങൾ കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ വല്ലതും ഇരിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയി അങ്ങനെ ചെയ്യേണ്ടി വരും. ഒന്നിനും വിശ്വസില്ല. എന്തായാലും ഒരു നല്ല സിനിമയുടെ ഭാഗമാകുകയാണല്ലോ നമ്മൾ. ചില സിനിമകൾ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്, മ്യൂസിക് നല്ല പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നമുക്കൊരു സന്തോഷം കൂടുതലുണ്ടാകുന്ന ഒരു സെറ്റായിരുന്നു അല്ലേ? ആ കഥാപാത്രം കിട്ടിയപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇവരെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ് പിന്നെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിലേക്ക് കഥാപാത്രം തരാനുള്ള കാരണം എന്താണ്? പിന്നെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചായിരുന്നു. അല്ല, എന്താ പറയാ, എനിക്കിത് ഈ സിനിമ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. കാരണം എൻ്റെ ഷോയുടെ പ്രാക്ടീസിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്റർവ്യൂവിൽ വിനീത് പറയുന്നത് ഷാനിനെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒരാൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പോലും എന്നെ വെച്ചിട്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഞാൻ അവനോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അതേതാണ്? അപ്പം അവൻ പറഞ്ഞില്ല, അത് ഉണ്ട്, അത് വന്നോളും, നിൻ്റെ അടുത്തേക്ക് വന്നോളും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. പിന്നെ ഒരു ദിവസം ജിയോ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു കഥാപാത്രം ഞാൻ കേട്ടു. ഞാനിത്, അതായത് ജിയോയുടെ വിചാരം എന്താ വെച്ചാൽ ഞാനിത് ഓൾറെഡി കേട്ടു കഴിഞ്ഞു, എല്ലാം സെറ്റായി എന്നുള്ളതാണ്. പക്ഷെ എനിക്കിതിനെ പറ്റി യാതൊരു പിടുത്തവും ഇല്ല. അവനിങ്ങനെ എന്തോന്ന് പറഞ്ഞു, പിന്നെ പറയുന്നത് ജിയോ ആണ്. ഇവനും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിയോ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഒരു കഥാപാത്രം ഉണ്ട്, അത് കലക്കിയിട്ടുണ്ട്, മറ്റേതാണ് മറിച്ചതാണ്,
ഫുൾ കഥ പറഞ്ഞു. ജിയോ ചേട്ടൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ജിയോ ചേട്ടൻ എന്ന് വിളിച്ചപ്പോൾ എന്നോട് എൻ്റെ ചേട്ടൻ എന്ന് വിളിക്കേണ്ട ജിയോ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശരി ഓക്കെ. അതിപ്പോ ഇതിന് ഇവിടെ പറയേണ്ട കാര്യം. അല്ല, കാരണം ഞാൻ ജിയോ എന്ന് വിളിക്കുമ്പോൾ ഒരു സീനിയർ ആണല്ലോ. അല്ല, നല്ല പ്രായമുള്ള ആൾക്കാർ പുള്ളിനെ പേര് വിളിച്ചാൽ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറുപടി കിട്ടിയില്ലേ? ബേസിലതിന് മറുപടി കിട്ടിയില്ല. കറക്റ്റ് ഇപ്പൂടെ പറഞ്ഞു. ഒരു കാര്യമില്ല. എല്ലാവരും വിചാരിക്കട്ടെ ജിയോനെ പോലത്തെ ഒരാളെ എന്തിനാ ജിയോ ചേട്ടാന്ന് വിളിക്കാത്തത്. ഞാൻ 2 പ്രാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഞാൻ ജിയോ ചേട്ടാന്ന് വിളിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ജിയോ ബ്രോ എന്ന് വിളിച്ചു, അതും വേണ്ടാന്ന് അങ്കിൾ എന്ന് വിളിച്ചു. ജിയോ മതി എന്ന് പറഞ്ഞു. ഇവൻ വിളിക്കുന്നതേ ജിയോ ചേട്ടന് ഇഷ്ടമല്ല. സച്ചം ഏത് എനിക്ക് വിളിച്ചാലും ഇഷ്ടമല്ല. ഇവൻ വിളിക്കുന്നതേ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അവനെയും കൂടി കണ്ടതിന് ശേഷം പിന്നെ ഒട്ടും ഇഷ്ടമല്ല. അത് വർക്കാവില്ല ഇവിടെ. വിട്ടേക്ക് അവരെ. വേറെ നിവൃത്തിയില്ല. അപ്പൊ പിന്നെ ജിയോ വിളിച്ചു. അപ്പൊ എനിക്കിത് പേര് പറയാതെ നമുക്ക് അയാളെ വിളിച്ചു പറഞ്ഞു. പ്രേക്ഷകർക്ക് മനസ്സിലായി. അതെ. അപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളിത് എന്നെ പറ്റി തന്നെയാണോ പറയണേ? കാരണം ഫുൾ സ്റ്റോറിയും പറഞ്ഞു, എന്റെ കഥാപാത്രം എന്താണെന്നും പറഞ്ഞു, എല്ലാം പറഞ്ഞു. മിസ്റ്റർ ജി എന്ന് പറയാ ഇനി. അതെ, മിസ്റ്റർ ജി. അങ്ങനെ മിസ്റ്റർ ജെ ജയ ജിയോ അല്ല. ജിയോ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലാണ്ട് സൈഡിൽ നിന്ന് തേച്ചു തടിയൊക്കെ മേടിച്ച്. സോറി മിസ്റ്റർ ജെ. മിസ്റ്റർ ജെ. അപ്പൊ അങ്ങനെ മിസ്റ്റർ ജെ. അപ്പൊ ഞാനും കൂടെ ഏറ്റുവായി. സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചു ഇത് വേറെ ആരോന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഇത് എന്നെ പറ്റി തന്നെയാണോ? നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ തന്നെയല്ലേ? ഞാൻ പറയാം അതെ. എന്നാ പിന്നെ നിങ്ങളുടെ കഥാപാത്രം എന്ന് പറയും. പിന്നീടാണ് അരുൺ വരുന്നതും ബേസിൽ കാര്യം പറയുന്നതും ഒക്കെ. അപ്പം ഒരു രസമുള്ളൊരു, ഞാൻ നോക്കുമ്പോൾ കാസ്റ്റിൻ്റെ ഒരു ഇതും പിന്നെ ബേസിക്കലി ഹാവിങ് ഫൺ എല്ലാവരുടെയും കൂടെ കുറേ നാളായി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്. അല്ല, ജിയോ ബേബി വിളിച്ചു പറഞ്ഞ കഥാപാത്രം അത്ര പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അദ്ദേഹം ആ കഥ കേട്ടിട്ട് ഷാൻ റഹ്മാൻ മ്യൂസിക് ഡയറക്ടർ അല്ലേ എന്നൊന്നും കൂടെ ചോദിച്ച് പറയുകയാണെങ്കിൽ ആ കഥാപാത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടമായി. ജിയോക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് മിസ്റ്റർ ജെക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കലക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കപ്പോഴും ഇതെന്താണെന്നോ ഏതാണെന്നോ ഇത് സത്യമാണെന്നോ ഇതൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. അവസാനം അരുൺ വിളിച്ചിട്ട് സംസാരിച്ചപ്പോഴാണ് പരിപാടി. ഈ മിസ്റ്റർ ജയ വിളിച്ചതിന് ശേഷം വിനീതനെ വിളിച്ചു പറയാൻ എങ്ങനെ വിളിച്ചിരുന്നു? അവനെന്ത് ഞാൻ വിളിച്ചു പറയണേ? സീരിയസ് ആയിട്ട് എടുത്തല്ലേ? അതല്ല, അതിന്റെ ഇടയിൽ ഒരു ഈഗോ സ്റ്റേറ്റ്മെന്റ്. ഞാനെന്തിനാ അവനെ വിളിച്ചു പറയാം? ഓ, നീ കേട്ടല്ലേ? ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ മിസ്റ്റർ ജെ എന്തായിരുന്നു? ഇത് മിസ്റ്റർ എച്ച്. വിനീത് ആദ്യം പറഞ്ഞത് ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട്. അപ്പൊ മിസ്റ്റർ ജയ വിളിച്ചു പറയുന്നു, പറഞ്ഞ വിനീതിനെ വിളിച്ചു പറയാം, എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. വിനീത്, നീ പറഞ്ഞ സത്യമാണെന്നെങ്കിലും വിളിച്ചു ചോദിച്ചോ? ഞാൻ വിളിച്ചോടോ നിന്നെ? അല്ല, എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നറേഷൻ കേട്ടപ്പോ ഷാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അരുണിനോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വിനീതിനെ. മിസ്റ്റർ ജയ വിളിച്ചപ്പോൾ പറഞ്ഞില്ല. നോ അപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതാണ് കാര്യം. വേറെ ഈഗോ വർക്കൗട്ട് ആകുന്നില്ല. അല്ലല്ല, അപ്പോഴും വിശ്വസിച്ചില്ല. മിസ്റ്റർ ജയിൽ തന്നെ നിൽക്കാണ്. അവിടെ നിന്ന് യാത്രയാണ്. അപ്പൊ നല്ലൊരു കഥാപാത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ആ കഥാപാത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നതും. അതാണ് ആ കഥാപാത്രം നന്നായി എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഇവർ കണ്ടതുകൊണ്ടായിരിക്കും. ഷാൻ കണ്ടിട്ടില്ല. ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു. നമ്മുടെ മാത്രമല്ല, സിനിമ കംപ്ലീറ്റ് ആണെങ്കിലും നമ്മുടെ കഥാപാത്രം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാണിച്ചു തന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചത് ഇല്ലാന്ന് പറഞ്ഞു. അതിന് അത് നല്ലതായതുകൊണ്ട് അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ മതി. അതന്നെ ഇക്ക തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കാണുക. അതെ. പിന്നെ എനിക്കും അതാണ് ഇഷ്ടം, തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അതെയോ? ഇന്ന് ഒരു പടം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയിട്ടില്ല അല്ലേ? ശരിയാണല്ലോ. ഞാൻ തിയേറ്ററിലൊക്കെ ഏത് പടത്തിനാ പോയേക്കണം? അവസാനം തിയേറ്ററിൽ പോയി കണ്ട പടത്തിന്റെ പേര് തേന്മാവിൻ കൊമ്പത്ത്. ആട് 3. അത് കാസറ്റിലുണ്ടാവും. ആട് 3 ക്യാമറ ആട് 3 ഞാൻ ലാസ്റ്റ് ആണത്. ടൊറന്റ്. ഇടിക്കുന്ന ആട് 3
ആട് കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടു. ഏത് തിയേറ്ററിലായിരുന്നു പോയത്? ഏതാടാ? PVR ഫോറം. ലുലു PVR പോയി പൊളിച്ചോ? എടാ ഫോറംടാ. ആ സമ്മതിച്ചു. എന്നാ ഫോറം. ഓക്കെ, അങ്ങനെ സിനിമയ്ക്കൊക്കെ പോകാറുണ്ട്. ഒരു തേന്മാൻ കുമ്പത്തിൽ അത് അന്ന് കണ്ടിട്ട് പിന്നെ ഇത്ര വർഷത്തിന് ശേഷം ഇപ്പൊ ഒരു പടം കണ്ടു മാത്രമേ ഉള്ളൂ. സ്വന്തം പടം കൊണ്ട് കണ്ടു. ഇക്കൊക്കെ ഇവനോട് എന്തൊക്കെയോ ചോദിക്കാനില്ല. പിന്നെ നീ പറഞ്ഞ പോലെ വിനീത ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത് സത്യമായിരിക്കുകയാണ്. സിനിമ തിയേറ്ററിലേക്ക് എത്തിയാണ്. നിങ്ങൾ ഷാനുമായിട്ടുള്ള ബന്ധം ഭയങ്കര ബന്ധമാണ്. ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം മൊബൈലിൽ കാണുമ്പം ധ്യാൻ വന്നിരിക്കുകയാണ് ഇവരുടെ ഷോയ്ക്ക്. അപ്പോൾ ധ്യാൻ്റെ അടുത്ത് ഷാൻ ചോദിക്കുകയാണ്, നീ നല്ലൊരു ഗായകനൊക്കെയാണ്, നീ എന്തുകൊണ്ട് വിനീതിൻ്റെ സിനിമയിൽ പാട്ട് പാടുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ധ്യാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമല്ലോ, ഒന്ന് പറയാൻ മേലെ എന്നെക്കുറിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടായിരുന്നു. നിങ്ങളെ പോലത്തെ കൂട്ടുകാർ അങ്ങനെ എന്തോ ഒരു സാധനം ഇറക്കിയായിരുന്നു. നിങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. ആ വീഡിയോ കണ്ടില്ല അല്ലേ? ഇല്ലില്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നു. ധ്യാന് പക്ഷേ ആക്ച്വലി മലർവാടിയിൽ നമ്മുടെ ഒരു ട്രാക്ക് ട്രൈ ചെയ്തിട്ടില്ലേ? ട്രൈ ചെയ്തിട്ട് അപ്പൊ തന്നെ മാറ്റി. അപ്പൊ തന്നെ മാറ്റി. കാത്ത് അല്ല, അവന് പാടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പാടാൻ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. എന്നിട്ട് അതിന്റെ ടൈറ്റിൽ എന്തൊക്കെയോ പറയണം തോന്നുന്നു. ഞാൻ മറുപടി വേറെ വഴിക്ക് വരും. അപ്പൊ അതിന്റെ അടുത്ത ദിവസം കൊണ്ട് ധ്യാന്റെ ഇന്റർവ്യൂ മറുപടി വേറെ വഴിക്ക് വരും. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയില്ല. ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഇവന്റെ പേടി എന്താ അറിയാം? ഇവന്റെ പ്രോജക്ട് അനൗൺസ് ചെയ്തത് ധ്യാന് ഭയങ്കര അനൗൺസ്മെന്റ് നടത്തിയേക്കണേ. ഒരു അനൗൺസ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറെ പ്രോജക്റ്റ് അവൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഇത് നടക്കാൻ പോകുന്നുള്ളൂ. എന്തോന്നും വന്നില്ല. നന്മമരോ കല്യാണമരം അത് ധ്യാന്റെ പടം. പക്ഷെ നിന്നെ പറ്റിട്ട് പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവൻ. ഞാനത് ശ്രദ്ധിച്ചിരിക്കുന്നു. തലവരെ നീങ്കളാ ഞാൻ ഇവനെ പൊക്കി പറഞ്ഞു. ധ്യാൻ ഇവനെ പൊക്കി പറഞ്ഞു പൊന്മാനിലെ ഇവന്റെ പെർഫോമൻസിനെ പറ്റിട്ട്. ഏതില്? പൊന്മാനിലെ എന്തോ പറ്റിയിട്ടുണ്ട് അന്ന്. സംതിങ് ഹാപ്പൻഡ്. വീട്ടിൽ നിന്ന് ഇടി കിട്ടിയെന്ന് തോന്നുന്നു. അല്ലാണ്ട് ബേസിനെ പറ്റിട്ട് ഇവൻ നല്ലത് പറയാൻ വളരെ ചുരുക്കമാണ്. ഒരു സാധ്യത. അപ്പൊ ആ പറഞ്ഞത് അത് സീരിയസ് ആയിട്ടാണ് അത് പറഞ്ഞത്. രണ്ടു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് പൊന്മാനിലെ അഭിനയത്തിൽ. ഞാൻ കണ്ടായിരുന്നു. അല്ലേ? എന്നിട്ടും ഒരു വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവനൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല, അത് ഞാൻ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ വിശ്വസിക്കാതിരിക്കണം? എനിക്കറിയാലോ അവന്റെ ഫീലിങ്സിനെ പറ്റി അയാളൊക്കെയായിരുന്നു. എനിക്ക് എന്റെ അവന് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അത് ഭയങ്കര മറുപടി ആയിപ്പോയി. അന്ന് ആ പാട്ട് പാടിക്കാൻ വന്ന ട്രാക്ക് പാടിയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ, അത് മോശമായി കേട്ടോ. അത് ആരാണ് ആ തീരുമാനം എടുത്താരാ? അല്ല അങ്ങനെയല്ല, പിന്നെ അങ്ങനെയല്ല. എല്ലാവർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പേടി. ഞാൻ പാടി എല്ലാ ട്രാക്കും ഞാൻ പാടുന്ന പോലെ തന്നെ ഞാനിത് വെറുതെ പാടി പാടിക്കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, എടാ ധ്യാൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ധ്യാൻ പാടിയിട്ട് ഞാൻ ഇവൻ അയച്ചു കൊടുത്തു. അപ്പൊ ഇവൻ തന്നെ എന്നോട് പറഞ്ഞു, എടാ അത് വേണ്ട, നീ പാടിയത് മതി എന്ന് പറഞ്ഞു. ഒരു സംവിധായകന്റെ തീരുമാനം നമ്മൾ എതിർക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അനുസരിച്ചേ പറ്റുള്ളൂ. എനിക്കൊന്നും പറയാൻ അവർ വീട്ടും തീർത്തോളൂ. എനിക്കൊന്നും സ്പോട്ടിലിട്ട് കളഞ്ഞ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കുറെ വർഷമായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. പടം പോലും ഓർമ്മയില്ല. അദ്ദേഹം മറന്നുപോയി. അങ്ങനെ ഒരു പടം ഉണ്ടോ? കുമാരേട്ടൻ. പക്ഷെ ഞാൻ പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ്. സിനിമയിൽ പാടിയല്ലോ. സിനിമയിൽ പാടിയല്ലോ. അതെ അതെ അതെ. ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? അവൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? എവിടെ? അല്ല, അവൻ ക്ലാസ്സിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ക്ലാസിക്കല് അവനെ വീട്ടിൽ വന്നിട്ട് ഒരു മാഷ് പഠിപ്പിക്കുന്നു. അതായത് ഞങ്ങളെല്ലാരും താഴെ ക്രിക്കറ്റ് കളിക്കായിരിക്കും. ഇതൊരു കഥയുണ്ട്. അതായത് ഞങ്ങളെല്ലാരും വീട്ടിൽ താഴെ പൂക്കോടെ നമ്മുടെ വീടിന്റെ താഴെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവന്റെ മാഷ് വരും. അപ്പം മാഷ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് മാത്രമാണ് ക്ലാസ്. ഞാൻ തലശ്ശേരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിലാണ് പഠിക്കുന്നത്. അപ്പൊ ധ്യാനിന് മാത്രം സ്പെഷ്യൽ ക്ലാസ് ആണ്. മാഷ് വന്നിട്ട് എടുക്കും. അപ്പൊ ഇവൻ സ്പെഷ്യൽ ക്ലാസ് അല്ല, അത് ഇമേജ് ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് അവൻ പഠിച്ചിട്ടുണ്ട്. ആലോചിക്കാൻ പറ്റത്തില്ല എനിക്കത്. എന്നിട്ട് സംഭവം
കേക്കണം. ഇത് കേക്കണം. കേട്ടിട്ട് നമുക്ക് പാടാം. അതല്ല അപ്പൊ നീ ഒന്ന് കേക്ക്. അതായത് അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാൻ ഭയങ്കര സങ്കടത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോകും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അമ്മ വന്നിട്ട്, അപ്പൊ നമ്മളൊരു 10-12 പിള്ളേര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ വന്നിട്ട്, നിങ്ങളുടെ ശബ്ദം കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കളി ശാസ്ത്രീയ അവനെന്ത് കോൺസെൻട്രേറ്റ്. ആ പാവപ്പെട്ട മാഷാണ് സ്വയം ശപിച്ചിട്ട് ആ ക്ലാസ്സിന് വരുന്ന പുള്ളി. ഇവനെ ഞാൻ പഠിപ്പിക്കുകയും വേണം. മൂഡിലാണ് പുള്ളി. അയാളുടെ എന്റർടൈൻമെന്റ് ഈ പുറത്തുനിന്നുള്ള ശബ്ദം. ഇവന് നമ്മൾ കളിക്കരുത്, അത്രേ ഉള്ളൂ. പാട്ട് അടിപൊളി അടിപൊളി. അതിന്റെ ഇടയിൽ അമ്മ വീട്ടുണ്ടായിരിക്കാൻ. സത്യമായിട്ടും നടന്ന സംഭവം. ഇതൊക്കെ അമ്മ വന്ന് എന്നോട് പറയാം, നിങ്ങൾ കളിക്കുന്ന കാരണം ധ്യാനോട്ടിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എവിടെ എത്തേണ്ട ആളാ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ച് ഒരു കരിയർ നശിപ്പിച്ചില്ലേ? അതെ, അവന്റെ ഫേവറേറ്റ് സോങ് ഹരിമുരളീരവ. നന്നായി പാടും. പല്ല് കേൾക്കുമ്പോ ഹരിമുരളീരവ ഇല്ലാതെ പറ്റൂല. അതെ, ഡെയിലി ഇപ്പോഴും അങ്ങനെ. മധുമൊഴി രാധെ നിന്നെ തേടി, അതാണ് അവന്റെ ഫേവറേറ്റ് ലൈൻ. ഞാൻ ഇതിൽ ചിരിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്നെ ഇതിൽ വലിച്ച അവന്റെ ഫേവറേറ്റ് ലൈൻ മധുമൊഴി രാധെ നിന്നെ തേടി. അയ്യോ അയ്യോ ഇതുണ്ടല്ലോ ധ്യാനോടനെ മറുപടി ആയിട്ട് വരുന്നുണ്ട്. ഇത് മിക്കവാറും അവൻ ഷെയർ ചെയ്യും. അല്ല, ഇത് സത്യ, അതുകൊണ്ട് പറയുന്നതുകൊണ്ട് തെറ്റില്ല. കള്ളമൊന്നും നമ്മൾ പറഞ്ഞു, കളവൊന്നും പറഞ്ഞിട്ടില്ല. ചിരിച്ചുകൊണ്ട് വല്ല തെറ്റുണ്ടോ? ചിരിച്ച് ചിലപ്പോ ചിരിച്ചായിരിക്കും കിട്ടുക. തീർന്നു. അവന്റെ അടുത്ത ഇന്റർവ്യൂവിൽ തീർന്നു. അടുത്ത ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അല്ല വിനീത്, സത്യം പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ രീതിക്ക് ആക്കിയെടുത്തത്, കോമഡി ആക്കിയെടുത്തത്. വിനീത് കൃത്യമായി സത്യമാണ്, വീട്ടിൽ നടന്ന കാര്യമാണ് പറഞ്ഞത്. അതിൽ കോമഡി ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? എന്റെ കഥയിൽ അങ്ങനെ കോമഡി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളായി ഒന്നുമില്ല, നിന്റെ അടുത്ത പടം അവൻ അനൗൺസ് ചെയ്യും, വേറൊന്നുമില്ല. ആ പടം ക്യാൻസൽ നിന്റെ അടുത്ത പടം പ്രൊഡ്യൂസർ ആക്ടർ എല്ലാം പറയും. അവൻ പടം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും കേട്ടോ, ശ്രദ്ധിച്ച് നിൽക്കണം. തന്നെ ഫോൺ വിളിക്കണം. അളിയാ ചിരിച്ചിട്ടുണ്ട്. ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തില്ല. അത് പറഞ്ഞത് മൊത്തം ചേട്ടാ. വിനീതേട്ടന്റെ വല്ല പടം അനൗൺസ് ചെയ്തു, ഒരു കുഴപ്പമില്ല. നമ്മള് വെറുതെ വിട്ടേക്കുന്നു. ഈ അല്ല, എനിക്ക് അതിനകത്ത് ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ധ്യാനം ഇരിക്കേണ്ട ഒരു ആക്ഷൻ ഇവർ രണ്ടുപേരും കാണും. ജുബൊന്നുമില്ല. എത്രാമത്തെ വയസ്സിലായിരുന്നു? ഒരു ഗോൾഡൻ ജുബ്ബ. ഇതൊക്കെ 3ാം ക്ലാസ്, ആ ഒരു പ്രായത്തില, 2ാം ക്ലാസ്. AI വീഡിയോ പറഞ്ഞു ചിലപ്പോ ഇതിന്റെ. ഗോൾഡൻ ജുബ്ബ ഇട്ടിട്ട് മറ്റേ കുഞ്ഞിരാമായണത്തിൽ സൽസപ്പാട്ട് പറഞ്ഞ പോലത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഒരു മാലയും നിങ്ങൾ പാടിയ മറ്റേ പാട്ടും ചെഴുതുന്നു കോലങ്ങളെന്നും പാടുന്ന. ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഒരു സത്യകഥ സത്യപാത്രം. പക്ഷെ ഇവരങ്ങ് പിടിച്ച മനഃപൂർവ്വം കേട്ടോ. അവനൊരു നല്ലൊരു ഗായകനൊക്കെയാണ്. അവന്റെ സ്വന്തം ചേട്ടനാണ് അവന്റെ ചിറകുകൾ വെട്ടിമാറ്റിയത്. ആദ്യം ക്രിക്കറ്റ് കളിച്ചു, എന്നിട്ട് ഇവര് വല്ല സച്ചിൻ തെണ്ടുൽക്കർ ആയോ? അതുമില്ല. ഇവരെ തന്നെ ഇപ്പോഴും അവനൊരു യേശുദാസെങ്കിലും ആയനെ. അതെ, ഇതിപ്പോ രണ്ടും നടന്നില്ല. എല്ലാവരും ചിറക് അങ്ങോട്ട് വെട്ടുക. നിനക്കെന്താ വിഷമായ? എനിക്ക് ധ്യാന്റെ ഒരു ഇതോർത്ത് വിഷമം ഉണ്ടായി. അവൻ മണത്ത് കണ്ടുപിടിക്കും. ഞങ്ങളുടെ ചെക്കൻ പണ്ട് ക്രിക്കറ്റ് കാരണം, ഗല്ലി ക്രിക്കറ്റ് കാരണം. ഞാൻ ധ്യാന്റെ കൂടെ കേട്ടോ, അതിനകത്ത് യാതൊരു മാറ്റം. ഞാനും അതെ. നിങ്ങൾ എപ്പോഴും ധ്യാന്റെ കൂടെയാണ്. ഞാൻ ധ്യാൻകുട്ടൻ്റെ കൂടെ തന്നെയാണ്. ആയിക്കോട്ടെ, അതിന് യാതൊരു പറ്റില്ല. അവൻ എന്റെ ജീവിതത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസർ, അവനായിരിക്കും ഗായകൻ. പിന്നെ അവൻ ഗായകനാവൂല. അത് അവന്റെ ഒരു ബ്രേക്ക് ആയിരിക്കും. പിന്നെ ഇല്ല പിന്നെ ഇല്ലെന്നാണോ? അതായത് നിർത്തി പാർക്ക് ചെയ്തിട്ട് പോയി. അതായത്
നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് ഒരു സഡൻ ബ്രേക്ക്. നീ തീർന്നടാ. കറക്റ്റ് തീർന്നു. അതെ അതെ ഇത് ബേസിൽ തീർന്നതോടുകൂടി കേട്ടോ. അതെ. എടാ ഞാനില്ല കേട്ടോ, ഞാൻ ഇവന്റെ കൂടെ ഓരോന്ന് പറയുന്നത്. അറിയാലോ, നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനുമില്ല. നമ്മള് ഒന്നുമില്ല, ഉള്ളതുപോലെ അത്രേ ഉള്ളൂ. അത് കറക്റ്റായി. ഈ അതിരടിയിൽ എന്താണ് വേഷം? അതിരടിയില് ഈ ഇരിക്കുന്ന വേഷം മാൻഡറിൻ അല്ല, ഞാൻ ട്രെയിലറിൽ കണ്ടു. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഫൈദർക്ക് കഥ ഒരു വരി പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കഥ ഔട്ടായി പോകും. അതുകൊണ്ടാണ് എനിക്കത് ട്രെയിലർ കാണുമ്പോൾ ഒരു സത്യസന്ധനായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഒരു ചോദ്യം ഉത്തരത്തിന് മുമ്പിൽ പോയിരിക്കുന്നു, ചോദ്യം ചെയ്യുന്ന ആളുടെ മുമ്പിൽ പോയിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത്. അതിൽ സത്യസന്ധമായിട്ട് പറയുന്നതും അലറിച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് സിനിമ കണ്ട് തീരുമാനിക്കാം നമുക്ക്. അല്ലെ, സിനിമ കണ്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ കഥാപാത്രം ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഏത് വിനീതേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം. അതെ, അതിൽ നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ പറയാം. ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു കഥാപാത്രം. അതെ. അത് ഈ കഥ ബേസിലുമായിട്ടൊക്കെ ആദ്യം ആലോചിച്ചതിന് ശേഷമാണ് ഡയറക്ടർ വന്ന് കഥ, സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ വന്ന് കഥ പറയുന്നത്. ബേസി ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ എന്നോട് ഇതിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു. അത് കഥയായിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഒറ്റയടിക്ക് നമ്മൾ ഹുക്കാവുന്ന ഒരു സംഗതി അതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പണ്ട് ഈ സിദ്ദിഖ് ലാലിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സിനിമയിൽ. ഇപ്പോൾ ഗോഡ് ഫാദർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നായകനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നായകനാരാ, മുകേഷ് അങ്കിളാണ് നായകനായിട്ട് ക്യാരക്ടറുള്ളത്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സും പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരൂലേ. എന്നമ്പിള്ള സാറ് വരും, തിലകൻ ചേട്ടൻ വരും, ബാക്കി രഘു അങ്കിളിൻ്റെ ക്യാരക്ടർ വരും, അങ്ങനെ ഇഷ്ടംപോലെ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവർക്കും പെർഫോമൻസിനുള്ള സ്കോപ്പ് ഉണ്ട്, ഇഷ്ടം പോലെ കെയോസ് ഉണ്ട്, ആ കെയോസിൽ ഉണ്ടാകുന്ന ഹ്യൂമർ ഉണ്ട്. അപ്പോൾ അതിരടിയുടെ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇപ്പോൾ വടക്കൻ സെൽഫി ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു, കുറേ ക്യാരക്ടേഴ്സും കുറേ കെയോസും ആ കെയോസിൻ്റെ ഇടയിലുള്ള ഹ്യൂമറും ഒക്കെ ഉള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ഒന്നും സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളന്ന് തീരെ ചെറുതല്ലേ. അപ്പോൾ അതിരടി ശരിക്കും അത്തരം സിനിമകൾ കണ്ടിഷ്ടപ്പെട്ട് സ്വപ്നം കണ്ടിട്ട് സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, സെറ്റിൽ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഒരു സീനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പ്ലേ ചെയ്യാൻ ഭയങ്കര രസമാണ്, ഹ്യൂമറസ് ആയിട്ടുള്ള, അതായത് ക്യാരക്ടേഴ്സൊക്കെ പെട്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്, പക്ഷെ നമുക്ക് ഭയങ്കര ഹ്യൂമർ തോന്നുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഇതിനകത്തുണ്ട് അല്ലേ. ഈ ബേസിൽ ഈ പറഞ്ഞ ക്യാമ്പസ് സ്റ്റോറി നമ്മൾ ഒത്തിരി കണ്ടു അല്ലേ. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ അങ്ങനെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള കാലഘട്ടം നമ്മൾ സർവകലാശാലയൊക്കെ നമ്മുടെ മുമ്പ് ഇരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി സിനിമകൾ കണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഇപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർ അത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക എന്നൊരു ചിന്താഗതി ഉണ്ടോ? ഈ നമ്മൾ പറയുന്നു ക്യാമ്പസ് സ്റ്റോറിയാണ്, വ്യത്യസ്തമായിരിക്കും ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ക്യാമ്പസ് സ്റ്റോറികൾ കണ്ടു വളർന്നവരാണ് നമ്മളെല്ലാവരും, നമ്മൾ പഠിച്ച കാലം തൊട്ടും സിനിമ കാണുമ്പോഴും. അതിൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കാമെന്ന് മനസ്സിൽ ചിന്താഗതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ക്യാമ്പസ് സ്റ്റോറി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു സെറ്റിംഗ് ആണ് ക്യാമ്പസും ഈ പറയുന്ന ഫെസ്റ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന ഹ്യൂമർ ഒക്കെയാണ്, സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കോർ USP എന്ന് പറയുന്നത്. അതിലാണ് ആൾക്കാർ എൻഗേജ്ഡ് ആവാൻ പോകുന്നതും ആൾക്കാർ ഇതിൽ എക്സൈറ്റഡ് ആവാൻ പോകുന്നതും. ഇതൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പസും കോളേജ് ഫെസ്റ്റും. കോളേജ് ഫെസ്റ്റ് ഒക്കെ അങ്ങനെ നമ്മൾ അങ്ങനെ അധികം സിനിമകൾ കണ്ടിട്ടില്ലല്ലോ. ലൈക്ക് ഫുൾ ത്രൂ ഔട്ട് സിനിമ ഒരു കോളേജ് ഫെസ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ അതുപോലത്തെ അങ്ങനത്തെ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഫെസ്റ്റാണ് മൊത്തം. കോളേജ് ലൈക്ക് പ്രോപ്പർ ഫെസ്റ്റ്. ഈ പറയുന്ന IIT സാരംഗ് അല്ലെങ്കിൽ ധ്വനി, CETയുടെ ധ്വനി, NITയുടെ രാഗം എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന ബൈക്കും കാറും ഫുൾ ഫാഷൻ കളേർഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും ലൈക്ക് അങ്ങനത്തെ പ്രോഷോവും അങ്ങനത്തെ എല്ലാ പരിപാടികളും അതിൻ്റെതായിട്ടുള്ള ഒരു വലിപ്പം, ആ സ്കെയിലുണ്ട് പടത്തിന്. ശരിക്കും നമ്മൾ ഇപ്പം NITയിൽ ഞാനിപ്പോൾ കാലിക്കറ്റിൽ പെർഫോം ചെയ്തിരുന്നു രാഗത്തിന്. അപ്പോൾ രാഗത്തിന് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അതിരടിയുടെ ഷൂട്ടാണ് ആലോചിച്ചത്. സെയിം അറ്റ്മോസ്ഫിയർ ആയിരുന്നു, അത്രയും ക്രൗഡും ഉണ്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും. ഇവൻ നല്ലോണം കാശ് മുടക്കി എടുത്തിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അത് ഓർക്കുമ്പോഴാണ് നമുക്ക് ഇല്ല വെറുതെ കാശ് മുടക്കൂല്ലോ. ഭയങ്കര മാസം നമുക്ക് ഒരു ദുഃഖവും ഇല്ല, നോ റിഗ്രറ്റ്.
തിരിച്ച് കിട്ടുമ്പോൾ എണ്ണാനുള്ളൊരു സമയം. അതെ, ഒരു മെഷീൻ മേടിച്ച് വെക്കണം. അത് നല്ലതാവട്ടെ അവന്. അതെ അതെ, ഇതൊക്കെ സൂപ്പറായിരിക്കും. എന്നുവെച്ചാൽ ഈ ഗ്യാങ് തന്നെയാണ് അതിനകത്ത് ഈ സിനിമയുടെ ഏറ്റവും വലിയ. അപ്പോൾ അതിന് നല്ല കഥയുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തവരൊന്നും ഇങ്ങനെ ഒരുമിച്ച് കൂടില്ല. കഥ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ ആ സിനിമയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഹൈദർക്ക. ബേസിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള, ബേസി ഇൻവോൾവ് ആയിട്ട് അവൻ്റെ ക്യാമ്പസ് ടൈമിൽ നടന്നിട്ടുള്ള ഒരു സംഗതി ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവന് ഭയങ്കര പേഴ്സണലാണ് ആ രീതിയിൽ ഈ സിനിമ. അപ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ അതിലെല്ലാം ചേർന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇമോഷൻ ഉണ്ടാകാം, ചിരിക്കാനുള്ളതുണ്ടാകാം, ഫാമിലി ലൈഫ് ഉണ്ടാകാം. ഇതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫിലാണെങ്കിൽ അല്ലേ ഉണ്ടാവും. ഉണ്ട്. കോളേജ് ലൈഫിൽ നടന്നിട്ടുള്ള. അപ്പം ഇത് കഴിയുമ്പോൾ വേണം ആ കോളേജ് ലൈഫ് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത ചോദ്യങ്ങളുമായിട്ട്. ഫുള്ളായിട്ടില്ല, അല്ല കുറച്ചുണ്ടല്ലോ. ഉണ്ട്. അത് നല്ലതും ചീത്തയും എടുത്തിട്ട് നല്ലത് മാത്രമേ വെച്ചിട്ടുള്ളൂ കോളേജ് ജീവിതത്തിൽ. എല്ലാം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതില് ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ അലമ്പനാണ് ഇതിൻ്റെ അകത്തെ ക്യാരക്ടർ. ഞാൻ കോളേജിൽ അടിയൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഗുഡ് ബോയ് ആയിരുന്നു. കുറച്ച് മേടിച്ചിട്ടുള്ളോ? ആ ഇതിലും മേടിക്കുന്നുണ്ട്, പക്ഷെ മേടിക്കലാണ് മെയിൻ. തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, ജീവിതത്തിലും പറ്റിയിട്ടില്ല, സിനിമയിലും പറ്റിയിട്ടില്ല. ഇല്ല, അപ്പുറത്ത് ടൊവിയല്ലേ തിരിച്ചു കൊടുക്കുന്നതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാൻ പറ്റില്ല. അതെ, തിരിച്ചു കൊടുത്താൽ ചിരിക്കും. ശരി, ഉറപ്പാണ്, കൃത്യമാണ്. അതാണ് ഈ സിനിമയിലെ കോമഡി. അതാണ് സിനിമയിലെ കോമഡി. എന്നാലും ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ല, അതെ, മാത്രമേ ഉള്ളൂ അടി അതെ, ഞാൻ എസ്കേപ്പ് അടിച്ചു. ഞാൻ ബേസിൻ ചെറുതായിട്ട്. ഇവർ രണ്ടുപേരും അല്ല, ഈ ക്യാമ്പസിലെ വാദ്യാരാണോ അതോ? അമ്മേ, വാദ്യാര്. അത് ടീച്ചർന്നോ പ്രൊഫസർന്നോ പോലും അല്ല, വാദ്യാർ. പഴയ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പ്രായം വെച്ച് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. മറ്റേ ജീവചേട്ടൻ. അതെ, അതുകൊണ്ട് ഇല്ല, കോളേജിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ നടത്തുന്ന ആൾ. അത് പറ്റില്ല നമുക്ക്. തലശ്ശേരി ഭാഷ വന്നത് കണ്ട ഇമോഷൻ താങ്ങാൻ പറ്റാണ്ട് വന്നപ്പോ. ക്യാൻറ്റീൻ നടത്തുന്ന ആള് ഹരിഹരൻ പിള്ള. അല്ലല്ല, കോളേജുമാര്. നല്ലൊരു റോളാണ്. എന്തായാലും ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു അല്ലേ? എന്താന്ന് പറയണ്ട അല്ലേ? സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ റോൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാനും അങ്ങനത്തെ റോൾ ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടുപേരും എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കൂടെ ആയിരുന്നു ഫുൾ കോമ്പിനേഷൻ, തുടക്കം തൊട്ട് അവസാനം വരെ. അതല്ലേ? അപ്പൊ ഹെൽപ്പ് ചെയ്തു എന്നെ ഭയങ്കരമായിട്ട്. ആര് ഹെൽപ്പ് ചെയ്ത്? അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരു മുഹൂർത്തം ഓർക്കുവാണെങ്കിൽ ഏത് ഓർക്കും? അല്ല, ഒരു കാരണം അവന് ഈ ഡയറക്ട് ചെയ്തും അഭിനയിച്ചിട്ടൊക്കെ ശീലം ഉണ്ടല്ലോ. ഓർത്തൊന്നും നോക്കാം. ഒന്നും നോക്കാൻ പറ്റില്ല. ഹെൽപ്പോടെ ഹെൽപ്പായിരുന്നു, മൊത്തം ഹെൽപ്പായിരുന്നു. പിന്നെ ഏതോർത്തിരിക്കാനല്ലേ? അപ്പൊ അവനിങ്ങനെ പറയും, ഷെഡ്യൂൾ അയച്ചുകൂടെ? അയ്യോ എന്റെ ബേസില് ഞാന് നമുക്ക് ഒരുമിച്ച് മറുപടി കൊടുക്കണം കേട്ടോ ഇതിനൊക്കെ. ധ്യാന്റെ വല്ല പടം ഉണ്ടോ? ഉടനെ വരുന്നുണ്ടോ? ഉണ്ടെന്നല്ല പറഞ്ഞേ. ഇന്ന് ധ്യാൻ വരുന്നുണ്ടോ? ശരി, കളിയാണ് നാളെ നാളെയാണോ? നാളെ നമ്മളില്ല. ധ്യാൻ ഇതിലില്ലേ? ധ്യാനോ ഈ സിനിമയില എന്താണ് ധ്യാൻ ഒരു അങ്ങനെ ഒരു വേണ്ടെന്ന് വെച്ചു. അതാണ് സത്യം. അല്ലല്ലോ, ഒരിക്കലും അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. വന്നില്ല. ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. അയ്യോ, ഇല്ല. ധ്യാന് ക്യാരക്ടർ ഉണ്ടാക്കാൻ വലിയ പാടാണ്. അത് ആക്ച്വലി ആരുടെ തലയിൽ ഇടുന്ന നല്ലത്. അതെ, ഡയറക്ടർക്കും റൈറ്റർക്കും അങ്ങനെ തോന്നിയില്ല. പിന്നെ ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് വന്നിട്ട് അങ്ങനെ നമുക്ക് കൂട്ടുകാർക്ക് വേണ്ടി ഫേവറേറ്റീസും കാണിക്കുന്നത് എനിക്ക് താല്പര്യം. അവനങ്ങനെ ചെയ്യാറില്ല. അത് സീരിയസ് ആണ്. സീരിയസ് ആണ്. അതെ, പിന്നെ പക്ഷെ ഇതിൽ ഞാനുണ്ട്, ഉണ്ട്, കൂട്ടുകാരൊന്നും ഇല്ല. ഞാനുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഫേവറേറ്റിസം ഇല്ല. അതെ, ഞാൻ എവിടെയെങ്കിലും ചോദിക്കും. എന്നാലും എന്താണ് ധ്യാനില്ലാത്ത? ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോൾ ധ്യാനിന് വേണ്ടിട്ട്? പല റോളിലും എനിക്ക് ധ്യാനം കാണാൻ പറ്റുന്നു. എനിക്ക് ധ്യാനേ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ റോളും ധ്യാനിനെ പറ്റുള്ളൂ നിങ്ങൾ പറ.
അതവൻ കുറച്ചും കൂടെ നന്നായി ചെയ്തില്ല. ശരിയെന്നാ നല്ല പേടിയുണ്ടല്ലേ ഞാൻ ഒന്ന് ബാലൻസ് ചെയ്തതാ. ഒന്ന് ബാലൻസ് പിടിച്ചതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാരും കൂടെ എന്റെ നെഞ്ചത്തോട്ട് കേറി. മ്യൂസിക്കിൽ നിന്ന് അത് മാറി അഭിനയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മ്യൂസിക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം കിട്ടുന്നത്. എനിക്ക് അങ്ങനെയായിട്ടാണ് കാണുന്നത്, താങ്കളെ കാണുന്ന കാലം തൊട്ട്. പക്ഷെ ഒരു അഭിനയത്തിന് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം, മ്യൂസിക്കിലുള്ള വ്യത്യാസം രണ്ടായിരിക്കും. നമ്മൾ സ്റ്റുഡിയോക്കുള്ളിൽ ഇരുന്ന് ചെയ്തു, ഇത് കുറേ ആളുകളുടെ മുമ്പിൽ പേര് നമ്മൾ അഭിനയിക്കുന്നു. ആ ഒരു ടെൻഷനൊക്കെ ക്യാമറ വെക്കുമ്പോൾ, ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഉണ്ടാകാറുണ്ടോ? ഇക്ക നമ്മൾ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാമറ സംഭവം, ആൾക്കൂട്ടം ഇല്ല അങ്ങനെയുള്ള. പിന്നെ ഒന്ന് നമ്മുടെ ചുറ്റുള്ളതൊക്കെ നമുക്ക് ആ പരിചയമുള്ള ആളുകളാണല്ലോ. മറ്റത് ശരിയാണ്, സ്റ്റുഡിയോയുടെ അകത്ത് ഒറ്റയ്ക്കിരുന്നിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ വരുമ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും പരിചയമുള്ള ആളുകളായതുകൊണ്ട് അത് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ടീംസിൻ്റെ കൂടെ ചിലപ്പം എത്തിപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയേനെ. പക്ഷെ ഇത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ജീവിതത്തിൽ വിനീത് എത്രമാത്രം സപ്പോർട്ട് ചെയ്യാറുണ്ട്? ജീവിതത്തിൽ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ ഒരു കൂട്ടുകെട്ട് അങ്ങനെയാണല്ലോ പൊതുവെ നമ്മൾ കാണുന്നതാട്ടോ. പുറത്തു നിന്നൊരു ഒരു ആരാധകർ എന്ന നിലയിൽ കാണുന്നതാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം, നിങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പ്, അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് തോന്നുന്നത്. ആ ഒരു അടുപ്പം വലുതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. എൻ്റെ നല്ലതും ചീത്തയെല്ലാം അവനറിയാം. അതുകൊണ്ട് അധികം അടുക്കാറില്ല. വല്ലപ്പോഴാണ് എന്നെ പറ്റി വല്ലതും നല്ലത് പറയുന്നത്. ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ മാറട്ടെ. ടു മച്ച്. എന്തായിരുന്നു ചോദ്യം? വിട്ടേക്ക്. അത് നഷ്ടപ്പെടുത്തുവാണ് കേട്ടോ എല്ലാ കാര്യത്തിലും കയറി. സോറി ഇതാണ് ഇതൊരു കഷ്ടമാണ്. അല്ല, നിങ്ങൾ നമ്മളൊരു അടുപ്പത്തെ കുറിച്ചാണ്, നിങ്ങൾ നമ്മളൊരു അടുപ്പത്തെ കുറിച്ചാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി. അതെ. എത്ര വർഷം ആയിരുന്നു നിങ്ങളുടെ ഈ അടുപ്പം ഇങ്ങനെ തുടങ്ങി, യാത്ര തുടങ്ങി? 21 വർഷമായി. 21 വർഷം ആയി. 21 വർഷത്തെ യാത്രയാണ്. അതെ. ഇത്രയും അടുപ്പമുള്ള ഒരു കൂട്ടുകാരൻ വേറെ പേര് പറയാൻ പറയാൻ നിൽക്കുന്നുണ്ടാവോ? ഇല്ല, എനിക്ക് വിനീതും നോബിളും ഒക്കെയാണ് അപ്പൊ തൊട്ട്. അപ്പൊ വേറെ പേരായില്ലേ? ശരിയാണല്ലോ. ഇല്ല എന്ന് പറഞ്ഞിട്ട് നോബിൾ എന്ന് പറഞ്ഞാൽ അതല്ല ബേസിൽ ഏർപ്പിച്ച. ഇല്ല, കണ്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇവന്റെ കൂടെ ആയിരുന്നു. എനിക്ക് വിനീതും നോബിളും തുടക്കം തൊട്ട് എനിക്ക് അടുപ്പവും പരിചയവും ഉള്ളത് ഇവർ രണ്ടുപേരും. അതിങ്ങനെ തുടർന്ന് പോകുന്നു, ഇനിയും തുടർന്ന് പോവാം. ആ കൂട്ടുകെട്ടിൽ മൂന്നാമത്തെ പേര് എന്തിന്? നമ്മളൊക്കെ മതി. ഞാനൊക്കെ വേറെ ജനറേഷൻ. ഇതൊക്കെ മിസ്റ്റർ ജെ. അപ്പൊ അതിന് വേണ്ട, ഒരു രീതിക്ക് പൊക്കോട്ടെ. ഇനി നമുക്ക് അവസാനിപ്പിക്കുകയാണ്. വിനീത് ഷാന്റെ അടുത്തൊരു ചോദ്യം. വിനീത് ചോദിക്കുന്നു, ഷാൻ മറുപടി പറയുന്നു. രാവിലെ എന്താ കഴിച്ചെന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, ഞാൻ ഇവനോട് എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ എന്നെ ഭയങ്കരമായിട്ട് ഹെൽത്ത് നോക്കുന്ന കാര്യം ഇൻസ്പയർ ചെയ്ത ഒരാളാണ് ബേസി. അപ്പോൾ ഞാൻ ഷാനിൻ്റെ അടുത്ത് പലതവണ പറയാറുണ്ട്, അവൻ എക്സസൈസ് തുടങ്ങണം, വർക്കൗട്ട് തുടങ്ങണം, ജിമ്മിൽ പോകണം എന്നൊക്കെ. നീ എപ്പോൾ ജിമ്മ് ജോയിൻ ചെയ്യും? പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ എപ്പോ? ഉടനെ ഈ മാസമല്ല, ഇന്നോ നാളെയോ? ഇന്ന് ഷൂട്ട് നാളെ. ഇന്നിപ്പോ ഷൂട്ടില്ലേ അല്ലേ? പടം റിലീസിന് മുമ്പെങ്കിലും പോവോ? പോണേക്ക. കാരണം കുറച്ച് ഹെൽത്തൊക്കെ ഒന്ന് നോക്കണം. കാരണം എല്ലാം ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ടൈമിൽ കഴിക്കുന്ന ഒരു ശീലം ഇല്ല. അപ്പം അതൊന്ന് റെഡിയാക്കണം. അത് ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന നിലയിലൊരു സീരിയസ് ചോദ്യം. അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത് തന്നെ ഉപകാരമുള്ള ഒരു ചോദ്യം, ജീവിതത്തിൽ ഉപകാരമുള്ള ചോദ്യം. ബേസിലിന് വിനീതിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. എനിക്കും ഉണ്ടായിരുന്നു ടാസ്ക്. കമോൺ മാൻ, ആസ്ക്. നിങ്ങൾ എങ്ങനെ കുറച്ചു? ഞാൻ ഉപദേശിച്ചെങ്കിലും അല്ല, അത് എന്നോട് വേണ്ടായിരുന്നു. അതായത് ഇവന്റെ ഈ അടുത്തുള്ള ഫോട്ടോസ് കണ്ടിട്ട് എന്നോട് കുറെ പേര് പറഞ്ഞു, വിനീത് നല്ലോണം മെലിഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണ് ഒന്ന് നോക്കിക്കൂടെ എന്നൊക്കെ.
അവനിപ്പം മറ്റേ സംഭവമൊക്കെ ഉണ്ട്, അവന്റെ ഇത് കണ്ടായിരുന്നു റിങ്. പിന്നെ ഞാൻ കണ്ടായിരുന്നു, ഞാൻ എല്ലാം അനലൈസ് ഒന്നുമില്ല. കൊള്ളാം, പയ്യൻ നന്നായി കേറി വരുന്നുണ്ട്. ചോദ്യത്തിലേക്ക് പോയി. അല്ല, അതിരടിയുടെ സമയത്ത് ഇവൻ ഒരു ദിവസം ഇരുത്തി എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ബേസി ടൊവിയോ ഉണ്ടായിരുന്നു, സമീർക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല, അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അതാണല്ലോ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് അല്ലേ, ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ എല്ലാവർക്കും. ആ ഉപദേശം സ്വീകരിച്ചു. യെസ്, കാണുന്നില്ലേ സ്വീകരണം? കാണുന്നുണ്ട്. ഷാൻ ബേസിൻ്റെ അടുത്ത് ചോദിച്ചു. എല്ലാവർക്കും ഉണ്ട്. ആ, ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. നീ അടുത്ത ഡയറക്ടർ പടത്തിൽ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കണം കേട്ടോ. തീർച്ചയായും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അഭിനയിപ്പിക്കോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ. അതർ ലാംഗ്വേജ് ആയാലും കുഴപ്പമുണ്ടോ? അതർ ലാംഗ്വേജ് ആയാലും കുഴപ്പമുണ്ടോ? അതർ ലാംഗ്വേജ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്തിനും തയ്യാറാണ്. ഏപ്പണ്ടി ചെപ്പണ്ടി ബാക്കി ഞാൻ അനൗൺസ് ചെയ്തോളൂ. അവിടെ ഞാൻ ഇട്ട് കൊടുത്തല്ലേ? ഞാൻ ഇപ്പൊ തന്നെ വിളിക്കണം. കോൺഫറൻസ് വിളിക്കാം എല്ലാവരും. നമ്മൾ ആരും സേഫ് അല്ല. ഞാൻ ഉടനെ വിളിച്ചു പറയുള്ളൂ. We are not safe. You are not safe. Okay. എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ഇതിലും വലിയ അറ്റാക്കുകൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് I don't care, I don't fear. But I care. And I fear. നമുക്ക് അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇല്ല. ഇവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ എത്തിയേക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ അതെ. ആദ്യമായിട്ടോ ബേസിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂ ഒന്നും കണ്ടില്ല. കുറെ നാളായി, ഇത് കുറെ നാളായി. അല്ല, വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സമയത്ത് ഓർമ്മയില്ലേ? പിന്നെ ബേസിൽ ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് ആ വീണയുടെ ഒരു ഇന്റർവ്യൂലാണ് ബേസിൽ കൊല വിളിച്ച് ബേസിൽ തിരിച്ചങ്ങോട്ടും കൊന്നു വിളിച്ചു. രണ്ടുപേരും അങ്ങോട്ട് വെച്ച് എനിക്ക് കണ്ണിൽ മറ്റേ കണ്ണസുഖമായിട്ടാ, അല്ലാതെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇത് ചെയ്യാൻ വേണ്ടിട്ടല്ലായിരുന്നു. അല്ല, എല്ലാരും കൂളിംഗ് അല്ല, ഗ്ലാസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാവരും നമ്മളെല്ലാവരും കൂളിംഗ് ഗ്ലാസ്. അതെ, ഉള്ളത് ഞാൻ പറയാം, എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ചല്ലോ. തീർച്ചയായും. ബേസിലെ സിനിമ ഒരു പ്രൊഡ്യൂസർ എന്നതിലും ഒരു നടൻ എന്ന നിലയിലും ഈ സിനിമ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ശരിക്കും ഇടം പിടിക്കട്ടെ, സൂപ്പർ ഹിറ്റായി മാറട്ടെ. സിനിമയുടെ കൂടെ യാത്രയിലുണ്ടാകും, എന്ത് സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവും. സിനിമ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. സിനിമയാണ് വലുത്. ആ സിനിമ നന്നായി ഓടിക്കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന അടുത്ത സിനിമയിലേക്കും പണം മുടക്കി അങ്ങ് ഇറങ്ങുക, എന്നിട്ട് ഇവരെയൊക്കെ വെച്ച് അഭിനയിപ്പിക്കുക, ഷാനൊരു റോള് കൊടുക്കുക കേട്ടോ. അതിനാ ഒരു സ്ട്രോങ് അല്ല, ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് പോലും. ഞാൻ സ്ട്രോങ് ആയിട്ടാ ചിരിച്ചേ. സ്ട്രോങ് ആയിട്ട് എങ്ങനെ ചിരിക്കാതെ കാണിച്ചു. ആ ചിരി ഇത് കണ്ടിട്ടില്ലല്ലോ, ആ ചിരി ഇത് കണ്ടിട്ടില്ലല്ലോ. ഏത് വെടിയുണ്ടകളും താങ്ങാവുന്ന കൽപ്പുള്ള ആളാന്നാ പറഞ്ഞത് ടോവിനോ. ആണല്ലേ? ടോവിക്ക് എതിരെ വരുന്ന ഏത് വെടിയുണ്ടെങ്കിലും ശങ്കം പിരിച്ച് നെഞ്ചും പിരിച്ചിരുന്ന് വേറെ വഴിയില്ല, വേറെ വഴിയില്ല. വെടിയുണ്ട പല വഴിക്ക് വരുമല്ലോ, വേറെ വഴിയില്ല. നിന്ന് വാങ്ങാ. തിരിച്ചും ടോവി അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞേക്കണത്. അതെ അതെ, അങ്ങനെയും ടോവി പറഞ്ഞിട്ടുണ്ട്. എന്റെ വെടിയുണ്ട് അവനും വാങ്ങും അല്ലേ? അങ്ങനെയാണല്ലോ ലൈഫ് എന്ന് പറയണത്, അങ്ങനെയാണല്ലോ. ഗിവ് ആൻഡ് ടേക്ക്. വീണ്ടും ഒരു ഡീപ് പോസ്റ്റിലേക്കാണോ ആ പോക്ക്? തീർക്കാൻ വേണ്ടി ഇരിക്കല്ലേ? ആ കൈ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോയല്ലേ? അല്ലേ, വേണ്ട. ഞാൻ നിർത്തി. ഡീപ്പ് തൊലച്ചു കളഞ്ഞു, ഡീപ്പ് തൊലച്ചു കളഞ്ഞു. പിന്നെ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് ആയുഷ്മാൻ ഏകലവലിലേക്ക് വരാൻ ഡൊവിനോയും അല്ലല്ല, കുറച്ച് ഭസ്മം എടുത്തു കൊടുക്കുക ഇവർക്ക്. പ്രോഗ്രാം ഇപ്പൊ പ്രോഗ്രാമിലേക്ക് കൂടുതൽ യാത്ര തിരിക്കുന്നതായിട്ട് കാണുന്നു പല സ്ഥലത്തും പ്രോഗ്രാമുമായിട്ട്. അല്ല, ഈ സമയം അതാണല്ലോ, മാർച്ച് ഏപ്രിൽ. അപ്പോൾ അതെ, അവിടെ ധ്യാനം കൊണ്ട് പാടിപ്പിച്ചു. ഞങ്ങൾ ദുബായിൽ ഒരു സ്റ്റേജിൽ കൊണ്ട് പാടിപ്പിച്ചു, ഒരുമിച്ച് പാടി. പക്ഷേ ഒരു സിനിമയിൽ പാടിപ്പിച്ചും ഇഷ്ടപ്പെടാതെ മാറ്റി നിർത്തി. അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് 16 വർഷം മുമ്പായിരുന്നു. ഇവൻ ഒരുപാട് കളവും പറയും. എനിക്ക് റിജക്ട് ചെയ്തതെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറയാം, നമ്മളെല്ലാവരും നമ്മുടെ സേഫ്റ്റി നോക്കും, അത്രേ ഉള്ളൂ. സ്റ്റേജിലാകുമ്പോ പാടാലോ, സ്റ്റേജിലാകുമ്പോ പാടാലോ. പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. സിനിമയെ പാടിയ ബേസിലും പാടുന്നുണ്ടല്ലോ സ്റ്റേജിലപ്പോൾ. ഇത് ഞാനും ബേസിലും കൂടെ ബേപ്പൂർ
ബേപ്പൂർ ഫെസ്റ്റിന് ഒരുമിച്ച് പാടി. ആ നമ്മളൊരു പൊളിച്ചായിരുന്നു ഒന്ന്. ഏത് പാടി? ഓന്നരൻ. നരൻ ഇവന്റെ മൈക്ക് ഇവിടെയായിരുന്നു. ഇവിടെയായിരുന്നു, അത് ഓഫ് ആയിരുന്നു. ആ പാട്ട് കേട്ടാ അറിയാം എന്റെ സൗണ്ടാണ് അവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഓ വാവ് ബ്യൂട്ടിഫുൾ. ഞാനായിരുന്നു ഫീഡ്ബാക്ക് ഓഫ് ആയിരുന്നു. അങ്ങനെ അതിരടി സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് എടുക്കുന്നില്ല, ഇനി അതിലേക്ക് പോകുന്നില്ല. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അല്ല, ഒരു സീരിയസ് ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ മരിച്ചിട്ട് നാളുകളായി. കഴിഞ്ഞ 4-ാം തീയതി ആയിരുന്നു അച്ഛൻ്റെ ജന്മദിനം അല്ലേ? അച്ഛൻ ജനിച്ച ദിവസമായിരുന്നു ഏപ്രിൽ 4-ാം തീയതി. അച്ഛനില്ലാത്തൊരു യാത്ര എങ്ങനെയാണ്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അച്ഛൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ലോജിക്ക് വിട്ട് ആലോചിക്കുന്നത് നല്ലതാണല്ലോ. കൂടെ ഉണ്ട് എന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നല്ലതാണ്. ചില സമയത്ത് റിയാലിറ്റി ഹിറ്റ് ചെയ്യും. അതല്ലാത്ത സമയത്ത് എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു ധ്യാനും അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. നമുക്കങ്ങനെ ഒരു അല്ലേ, അത് കുഴപ്പമില്ല. തീർച്ചയായിട്ടും അച്ഛനെന്നും കൂടെ ഉണ്ട്. അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോവാന്നുള്ളതാണ്. വിശ്വാസത്തിലൂടെ അച്ഛൻ എങ്ങനെ യാത്ര ചെയ്യുന്നു എല്ലാവരും കാണുന്നുണ്ട്. അച്ഛൻ എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അതെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കുറേ കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അത് കൂടുതലും തമാശ കഥകളായിരിക്കും. നമ്മൾ പോയി അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാവർക്കും പറയാനുള്ളത് കുറേ തമാശ കഥകളാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ള പോലെ തന്നെ ആണ്. അച്ഛൻ എന്ന് പറയുമ്പോൾ തമാശകളായിരിക്കും ഏത് സുഹൃത്തും പറയുന്നത്. അതെ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാത്ത തമാശകൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെയാണല്ലോ അച്ഛൻ ഓർത്തോർത്ത് പോകുന്നത്. ആർക്കും വേറൊന്നും പറയാനില്ല അച്ഛനെ കുറിച്ച്. അതെ. പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ കുറേ കാര്യങ്ങൾ മാറുമല്ലോ. ഇപ്പം ഞാൻ കേൾക്കുന്ന പഴയ പല പാട്ടുകളും അച്ഛനിഷ്ടമുള്ള പാട്ടുകളാണ്. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ അച്ഛൻ കേട്ടോണ്ടിരുന്ന പാട്ടുകൾ നമുക്കതൊക്കെ വേറെ രീതിയിൽ ഇഷ്ടമാവാൻ തുടങ്ങും. അപ്പം ഞാൻ സ്റ്റേജിലും അങ്ങനെ പാടാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ ഒരു 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 അങ്ങനെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? അച്ഛന് കായാമ്പൂ എന്ന് പറഞ്ഞ പാട്ട്, കായാമ്പൂ കണ്ണിൽ വിരിയും, ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചുമ്മാ ഇപ്പോൾ സ്റ്റേജിലൊക്കെ അത് പാടാനൊക്കെ തുടങ്ങി. നേരത്തെ ഒന്നും പാടുന്നില്ലായിരുന്നു, ഇപ്പം പാട്ടുകൾ. അച്ഛനത് ചെറുപ്പത്തിൽ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം നമുക്കങ്ങനെ മെമ്മറീസുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വരും. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കും. ഇപ്പം ഹൈദർക്കൊക്കെ ഭയങ്കര ബന്ധമായിരുന്നില്ലേ അച്ഛനുമായിട്ട്? തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛനില്ലാത്ത ആളുകൾ അങ്ങനെ പെട്ടെന്ന് പോവാം. ഈ ഏപ്രിൽ 4 എന്ന് പറയുന്നത് ഞാൻ വിളിക്കാറുണ്ടായിരുന്ന ആളാണ്. ഏപ്രിൽ 4 അങ്ങനെ ഇത്തവണ വിളിയില്ല. പക്ഷേ ഇത്തവണ തലേന്ന് ഞാൻ ധ്യാനം വിളിച്ചത്. അന്ന് രാവിലെ. അപ്പോൾ ഞാൻ രാത്രി വീട്ടിൽ പോകുന്നുണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഏപ്രിൽ 4 ഓർത്തിരുന്നു. രാവിലെ ഒരു ഫോൺ കോള് ഞങ്ങൾ തമ്മിൽ ഉണ്ടാവും. കുറേ രാഷ്ട്രീയം പറയും, കുറേ കാര്യങ്ങൾ പറയും. അസുഖമായിട്ട് കിടന്നപ്പോഴാണ് അത്ര അടുപ്പമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി വിളിക്കുമായിരുന്നു. ആ ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് ഓർത്തു. 4-ാം തീയതി കഴിഞ്ഞോളല്ലോ. ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തോരം രാഷ്ട്രീയം പറയാനറിയോ. എന്നെ കിട്ടിയ രാഷ്ട്രീയം പറയുന്ന ഒരാളായിരുന്നു. നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും വിടൂലല്ലോ. ഭയങ്കര കൗണ്ടർ വിളിച്ചു. അപ്പോൾ ഓക്കെ, താങ്ക് യു.